സാർ വന്നില്ല അല്ലേ? സാറാണ് എന്നെ വിളിച്ചത്. മാഡത്തിന്റെ പേരെന്തായിരുന്നു? ഷംജിത. എൻ്റെ പേര് ഷൈമ. ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. ഞാനൊരു 8 വർഷമായിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തിരൂര് ദീപനം കൗൺസിലിംഗ് സെന്ററിലെ സൈക്കോളജിസ്റ്റ് ആണ്. പിന്നെ തിരൂര് ഫാമിലി കോർട്ട് കുടുംബ കോടതിയിൽ താൽക്കാലികമായിട്ട് കൗൺസിലറായിട്ട് പോകുന്നുണ്ട്, അഡീഷണൽ കൗൺസിലറായിട്ട്. കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഫാക്കൽറ്റിയാണ്, ട്രെയിനറായിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ജനസംഖ്യാ ദിനത്തില് നമ്മൾ ജനസംഖ്യാ വർധനവിനെ കുറിച്ചും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യന്റെ ക്ഷേമത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കും, എല്ലാ വർഷവും സംസാരിക്കും. ഈ വർഷത്തെ ജനസംഖ്യാ ദിനത്തിന്റെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ശരിയായ സമയത്ത് ശരിയായ തയ്യാറെടുപ്പോട് കൂടി ആയിരിക്കണം ഒരു ഗർഭധാരണം വേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം. ലോകമൊട്ടുക്കെ ആഘോഷിക്കുന്ന ഈ പോപ്പുലേഷൻ ദിനത്തില് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനന്റെ ഒരു തീമായിട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് സമൂഹം ഏതെല്ലാം രീതിയിൽ കുടുംബങ്ങളെ ഉണ്ടാക്കാനും നിലനിർത്താനും യുവാക്കളെ സഹായിക്കണം എന്നുള്ളൊരു സംഭവമാണ്. അതായത് ഇന്നത്തെ യുവജനങ്ങളിൽ കുടുംബങ്ങൾ ഉണ്ടാക്കാനും കുട്ടികൾ ഉണ്ടാവാനും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് സമൂഹം കുടുംബം നിലനിർത്താൻ കുട്ടികളെ വളർത്താനുള്ള സാഹചര്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം എന്നുള്ള ഒരു തീമാണ് ലോകാരോഗ്യ സംഘടനയുടെ ലോകത്തിനോടുള്ള ആഹ്വാനം വരുന്നത്. കാരണം യുവാക്കളൊക്കെ കല്യാണം വേണ്ട, കുട്ടികൾ വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത് കൊണ്ട് അങ്ങനെ ആവരുത്. ഇപ്പോഴത്തെ കാലത്ത് സമൂഹമായി ജീവിക്കുന്ന മുതിർന്നവരാരാണോ അവരാണ് ഇനി വരുന്ന യുവാക്കൾക്ക്, പുതിയ തലമുറയ്ക്ക് എന്താണ് ഇനി കുട്ടികളെ ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാലും അവര് ആരോഗ്യത്തോടു കൂടി അവര് സേഫ് ആയിട്ട് ജീവിക്കുമെന്ന ഒരു സന്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹമാക്കി മാറ്റേണ്ടത് അല്ലേ? നമ്മൾ കുട്ടികളെ വളർത്തുന്ന സമയത്ത് എല്ലാവരും പേടിക്കുകയാണല്ലേ, ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ, മയക്കുമരുന്ന് പ്രശ്നങ്ങൾ വരുമോ, സ്വഭാവ പ്രശ്നങ്ങൾ വരുമോ, പെരുമാറ്റ പ്രശ്നങ്ങൾ വരുമോ, എന്ത് ലോകത്തിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ വരുമോ, യുദ്ധങ്ങൾ വരുമോ, എന്ത് ലോകത്തേക്കാണ് ഞാൻ കുട്ടികളെ കൊണ്ടുവരാന്ന് ആലോചിച്ച് പേടിക്കണ ഒരു യുവ തലമുറ ഉണ്ട്. അപ്പം അവർക്ക് ഒരു ഉറപ്പും വാഗ്ദാനവും നൽകുന്ന രീതിയിലേക്കായിരിക്കണം ഇനി മുന്നോട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ എന്നൊരു ആഹ്വാനം കൂടി ഈ പറഞ്ഞ ലോകാരോഗ്യ സംഘടന ഇക്കൊല്ലത്തെ വേൾഡ് പോപ്പുലേഷൻ ഡേയിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ താനൂര് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ശരിയായ സമയത്തും തയ്യാറെടുപ്പോടു കൂടിയുമുള്ള ഗർഭധാരണം എന്നതാണ്. അപ്പൊ നമ്മള് കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്നത് അമ്മമാരായിരിക്കും, അല്ലെങ്കിൽ അമ്മമാരാവാൻ പോകുന്നവരായിരിക്കും, നവദമ്പതികളോ ഒരു കുട്ടിയുള്ളവരോ ഒക്കെ ആയിരിക്കും. അപ്പോ നമുക്ക് എല്ലാവർക്കും ഏകദേശം അറിയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എപ്പോഴാ ശരിക്കും കല്യാണം കഴിക്കണത്? എപ്പോഴാ കല്യാണം കഴിക്കണത്? എല്ലാരും കൂടി പറയും കല്യാണം കഴിക്കാനായി. അപ്പോഴാണോ കല്യാണം കഴിക്കണത്? സാധാരണ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണോ നടക്കാറ്? എല്ലാരും പറയും ഇനിയിപ്പോ കല്യാണം കഴിക്കാനുള്ള പ്രായമായി, കല്യാണം കഴിച്ചൂടെന്ന് പറയും. അപ്പം ആയിക്കോട്ടെ എന്നാ എല്ലാരും പറയണ്ട, നമ്മൾ കല്യാണം കഴിച്ചു നോക്കാന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചു നോക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എന്താ പറയാ, കല്യാണം കഴിച്ച സ്ഥിതിക്ക് ഇനി എന്താ വേണ്ടത്? കുട്ടി ഉണ്ടാവണം. നിങ്ങളുടെ എന്താ പറയാ പ്രത്യുൽപാദനക്ഷമത ഉണ്ട്, നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള വിജയിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാവണം. അപ്പം എല്ലാവരും കൂടി അത് പറയുമ്പോൾ ആയിക്കോട്ടെ എന്നാ ഒരു കുട്ടി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പം ഇപ്പം സാറ് പറയണ്ടായി, മാഡം പറയണ്ടായി, ചെറിയ പ്രായത്തില് തന്നെ കല്യാണം കഴിക്കുന്ന ഒരു പ്രവണത ഇന്നും നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ട് അല്ലെ? കേരളത്തൊക്കെ അങ്ങനെ ഒരു പ്രവണത ഇപ്പോഴും കുറച്ചും കൂടി ബാക്കിയുണ്ട്. ചൈൽഡ് മാരേജസ് മുഴുവനായിട്ട് കേരളത്തിൽ നിന്ന് പോയി എന്ന് പറയുന്നത് താരതമ്യേന ദേശീയമായിട്ടുള്ള ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും കുറവെന്നുണ്ടെങ്കിലും +2 കഴിഞ്ഞ് അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചിടുകയും 18 തികയുമ്പം തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യണ കുറെ പേരുണ്ട്. അപ്പൊ പിന്നെ മിക്കവാറും ആ 18 തികയണതോടുകൂടി പ്രഗ്നന്റ് ആവുകയും ചെയ്യും, കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നന്റ് ആവുകയും ചെയ്യും. അപ്പൊ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം മാഡം പറഞ്ഞ പോലെ ശരിയായ പ്രായം കുട്ടി ഉണ്ടാവാന് എന്ന് പറയുമ്പം
മാഡം അതിന്റെ ആരോഗ്യസ്ഥിതിയാണ് പറയണത് എന്നുണ്ടെങ്കിലും ഫിസിയോളജിക്കലി സ്പീക്കിംഗ് നമ്മളെ ഒരു മനുഷ്യന്റെ ശരീരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഗർഭിണിയാവാൻ ഒരു സ്ത്രീന്റെ ശരീരം എപ്പോഴായിരിക്കും തയ്യാറായിട്ടുണ്ടാവുക? ശരീരം മാത്രം നോക്കുകയാണെങ്കിൽ ഏത് പ്രായം തൊട്ട് ഗർഭിണിയാവാൻ തയ്യാറായിട്ടുണ്ടാവും? ഹെൽത്ത് നഴ്സുമാ എത്ര വയസ്സാ പറഞ്ഞോളി? 20 അല്ല, ശരീരം എപ്പൊ തയ്യാറെടുത്തിട്ടുണ്ടാവും? പീരിയഡ്സ് ആവുമ്പോ തൊട്ടിട്ട് ഒരു സ്ത്രീന്റെ ശരീരത്തില് ഗർഭിണി ആവാനുള്ള ഒരുക്കങ്ങൾ ഉണ്ടായി അല്ലെ? പീരിയഡ്സ് എന്ന് പറയുമ്പോ എന്താണ്? ഒരു സ്ത്രീന്റെ പീരിയഡ്സ് എന്ന് പറയുമ്പോ എന്താ സംഭവിക്കണത്? ഗർഭപാത്രത്തില് ഉൽപാദിപ്പിച്ച അണ്ഡം പോയിട്ട് എന്താ പറയാ, ഞാൻ പ്രത്യുൽപാദനത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് കാത്തു നിൽക്കണ അവസ്ഥയാണ് പീരിയഡ്സ് അല്ലെ? അപ്പൊ അണ്ഡം പോയിട്ട് ഗർഭപാത്രത്തിൽ പോയി വെയിറ്റ് ചെയ്യാണ്. ഒരു പുരുഷ ബീജം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു ജൈഗോട്ടായി ഒരു കുട്ടിയായി മാറാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഓരോരോ പീരിയഡ്സും ഉണ്ടാവുന്നത് അല്ലെ? അപ്പൊ ആദ്യത്തെ പീരിയഡ്സ് മുതൽ ഗർഭപാത്രം തയ്യാറായി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഞാൻ വേണമെങ്കിൽ ഗർഭിണി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ 12 വയസ്സ് 10 വയസ്സിലൊക്കെ പീരിയഡ്സ് ആവണ മക്കളെ കണ്ടിട്ടില്ലേ? ആ പ്രായം തൊട്ടിട്ട് സെക്ഷുവലി ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഗർഭിണിയാവാൻ സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ശരീരം ഈ പറഞ്ഞ പീരിയഡ്സ് ആവുമ്പോ തൊട്ടിട്ട് ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാനുള്ള സാധ്യത വരുന്നു അല്ലെ? പുരുഷനാണെങ്കിലും ബീജം ഉൽപ്പാദിക്കാനുള്ള ഒരു പ്രായമായി കഴിഞ്ഞാൽ, സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ പുരുഷനും എന്താ പറയാ, പ്രത്യുൽപാദനം എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അല്ലെ? അപ്പൊ ഇത് ശരീരം എന്നോ റെഡിയായ സംഭവത്തിനെ പിന്നീട് നമ്മൾ ഡിലേ ചെയ്ത് നീട്ടി കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? നമ്മുടെയൊക്കെ മുൻ തലമുറ ഫസ്റ്റ് പീരിയഡ്സ് ആവുമ്പോഴേ ഗർഭിണിയായ സ്ത്രീകൾ ഒരുപാട് പേരുണ്ട് അല്ലെ? അതിന്റെ പീരിയഡ്സ് ആവുന്നതിന്റെ മുന്നേ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പീരിയഡ്സ് ആവുന്നതോടുകൂടി ഗർഭിണി ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് അല്ലെ? അവരുടെ പീരിയഡ്സ് നിൽക്കുന്നത് വരെ അവർ പ്രസവിച്ചിട്ടുണ്ടാവും അല്ലെ? കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞ, അതായത് ഗർഭം നിയന്ത്രിച്ച് ഗർഭം നിരോധിച്ച് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ഒരു സംഭവമേ പ്രാക്ടീസ് ചെയ്യാണ്ട് ജീവിച്ച 16 പ്രസവിച്ച് 20 പ്രസവിച്ച സ്ത്രീകളൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പം അങ്ങനെയുള്ള അതാണ് ശരീരത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യുൽപാദനത്തിന്റെ സാധ്യത എന്ന് നമുക്ക് മനസ്സിലായില്ലേ? എന്നാൽ ഇന്ന് നമ്മൾ എല്ലാത്തിനെ കുറിച്ചും ബോധവാന്മാരായി അല്ലെ? കുറെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കുട്ടികളെ സ്പേസ് ചെയ്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലെ? കുട്ടികളെ പ്രായം നോക്കി ഉണ്ടായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. സ്ത്രീകളൊക്കെ എന്തിനെ കുറിച്ച് ബോധേഡായി? അത്യാവശ്യം എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഒരു ജോലി നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ബോധം ആയി കഴിഞ്ഞു. അപ്പൊ എന്തിനെ കുറിച്ചെല്ലാം ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഗർഭധാരണത്തിനെ ഡിലേ ചെയ്യാൻ പഠിച്ചത്? എന്തിനെ കുറിച്ചെല്ലാം ബോധമുള്ളത് കൊണ്ടാണ്? ആരോഗ്യത്തിനെ കുറിച്ച് ബോധമുള്ളതുകൊണ്ടാണ് അല്ലെ? ആരോഗ്യത്തിനെ കുറിച്ച് ബോധമുള്ളതുകൊണ്ടല്ലേ? ആരോഗ്യത്തിനെ കുറിച്ച്, അത് എന്തിന്റെ എല്ലാം ആരോഗ്യത്തിനെ കുറിച്ചാണ്? ശരീരത്തിന്റെ ആരോഗ്യത്തിനെ കുറിച്ചും മാനസിക ആരോഗ്യത്തിനെ കുറിച്ചും നമ്മൾക്ക് ബോധമുള്ളത് കൊണ്ടാണ് അല്ലെ? അതായത് ഒരു പെൺകുട്ടി പഠിച്ചു കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ശരീരത്തിന്റെ ആരോഗ്യം മാത്രമാണോ നിങ്ങൾ ശ്രദ്ധിക്കണത്? പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന് മാത്രമാണോ ഒരു പെൺകുട്ടിക്ക് നമ്മൾ ഒരു സ്വാതന്ത്ര്യം അല്ലല്ലോ? നമ്മൾ മാനസികമായിട്ടും ആ കുട്ടിക്ക് പരിപൂർണമായിട്ടുള്ള ഒരു വ്യക്തിത്വം നേടാനുള്ള സാഹചര്യം കൊടുക്കുകയാണ് അല്ലെ? ഒരു പെൺകുട്ടി പഠിക്കുക എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അതിന്റെ ഭൗതികമായിട്ടുള്ള വളർച്ച കൊണ്ട് എന്തെങ്കിലും ഒരു നൈപുണ്യ പരിശീലനം, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തോട്ടെ, ആ പഠിച്ചത് കംപ്ലീറ്റ് ചെയ്തോട്ടെ, അറിവ് നേടിക്കോട്ടെ, മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് സേവനം ചെയ്യാനും ഒരു പെണ്ണ് ആയിക്കോട്ടെ എന്ന രീതിയിൽ സമൂഹം തന്നെ വെയിറ്റ് ചെയ്യാണ് അല്ലെ? അപ്പൊ കുട്ടികൾ ഇന്ന് വളരെ ചുരുക്കം കുട്ടികൾ മാത്രമാണ് ഇന്ന് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പഠിക്കണം എന്നൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് വളരെ ചുരുക്കം പേരാണ്. കൂടുതൽ പേരെയും ഡിഗ്രി പഠിച്ചോട്ടെ, പഠിക്കണതിന്റെ ഇടയിൽ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ തന്നെയാണ് പറയണത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ചിലപ്പോ എന്താണ്, ഗർഭധാരണം ഒരു തടസ്സമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അതെന്തുകൊണ്ടാണ്? പെണ്ണും കൂടി ഒരുമിച്ച് ജീവിക്കുമ്പം ലൈംഗിക ബന്ധം സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥയില് ഗർഭധാരണത്തിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ വളരെ കറക്റ്റ് ആയിട്ട് അത് സ്പേസ് ചെയ്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സത്യമല്ലേ? അതായത് അത് എന്താ പറയാ, ഞാന് സെക്ഷുവലി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്കിടയിൽ ലൈംഗിക ബന്ധം നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഗർഭിണി ആവാതിരിക്കാൻ
ശ്രമിക്കണം. എന്തുകൊണ്ട് ഗർഭിണിയാവാതിരിക്കാൻ ശ്രമിക്കണം അല്ലെ? അതായത് ഇത് രണ്ടിനും നല്ല ഉത്തരം വേണം. എന്തുകൊണ്ട് ശ്രമിക്കണം എന്നുള്ളതിന് നല്ല ഉത്തരം ഇല്ലാന്നുണ്ടെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണ് അവള് പഠിച്ചു കഴിഞ്ഞോട്ടെ, അവൾക്ക് ഒരു ജോലി ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭാര്യന്റെ പാരന്റ്സും ഭർത്താവിന്റെ പാരന്റ്സും കൂടി ചിലപ്പോൾ കിടന്നിട്ട് ചാടിത്തുള്ളൂ. എത്ര വർഷങ്ങൾ കാത്തു നിൽക്കണത്? 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ഈ വർഷം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടി ചിലപ്പോൾ 20 വയസ്സായിട്ടുണ്ടാവുള്ളൂ. 18-ന് കല്യാണം കഴിച്ച പെൺകുട്ടിക്ക് 20 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. 2 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും അവർക്ക് അങ്ങനത്തെ ഒരു ചിന്തല്ല അല്ലേ? അപ്പൊ അത് ആ ചെക്കനും പെണ്ണും നല്ല രീതിയിൽ ബോധം വേണം. ഞങ്ങൾ എന്താണ് ചെയ്യണത്, കുടുംബക്കാർക്ക് ഞങ്ങൾ ചെയ്യണത് മനസ്സിലാവാത്തത് കൊണ്ടാണ് അല്ലെ? 18 വയസ്സിലെ പെൺകുട്ടീനെ കല്യാണം കഴിക്കണ ചെറുക്കൻ എത്ര വയസ്സുണ്ടാവും? 20, 22, 23, 24 ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് 24-ാം വയസ്സിൽ വാപ്പയാവാനുള്ള പക്വത ഒരു പുരുഷന് വന്നിട്ടുണ്ടാവോ? 24-ാം വയസ്സെന്നൊക്കെ പറഞ്ഞാല് ചെറുക്കന്മാര് വണ്ടി എടുത്ത് ട്രിപ്പ് പോണ പ്രായമാണ് ഇപ്പോഴും അല്ലെ? ഒരു വാപ്പയാവാൻ ഞാൻ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടോ എന്ന് അറിയാണ്ട് വാപ്പയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻ്റെ അടുത്ത് ഒരാഴ്ച 1 മാസം മുന്നേ ഒരു ഭാര്യയും ഭർത്താവും വന്നു. ഈ ഭാര്യയും ഭർത്താവും വന്നു കഴിയുമ്പോൾ ഇവള് ഇരുന്ന് കരയണ കുറേ പ്രശ്നങ്ങളുണ്ട് ചെറുക്കനെ കുറിച്ച് പറയണേ. അവള് പറയണ ഫസ്റ്റത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഏറ്റവും കൂടുതൽ കരയണ പ്രശ്നം എന്താ വെച്ചാല്, ഞാൻ പ്രസവിച്ച് കിടക്കുമ്പം നിന്റെ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള മാളില് പോയിട്ട് ചെക്കന്മാരെ കൂടെ ഇരുന്ന് ഫുഡ് അടിക്കായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പ്രസവിച്ചു കൊടുക്കുമ്പോ ജോളി ട്രിപ്പ് അടിക്കരുത്. ഇതാണ് ഓളെ വലിയ സങ്കടം. അപ്പൊ ഞാൻ ചോദിച്ചു, 21-ാം വയസ്സിൽ പിന്നെ ഓന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് അടിക്കാതിരിക്കേണ്ട എന്താവശ്യം? ഞാൻ അത്രയും വേദനിച്ച്, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എനിക്കാകെ ഇടങ്ങാറായി കിടക്കുമ്പോ പോവാൻ പാടുണ്ടോ? ഇന്റെ കൂടെ ഇരിക്കണ്ടേ, ഇന്റെ കൈ പിടിച്ചിരിക്കണ്ടേ? അപ്പൊ നിങ്ങൾ അത് പറഞ്ഞു കൊടുത്തിക്കണോ? നിങ്ങള് ഗർഭധാരണ സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ പ്രസവിക്കുമ്പോ എന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോ എന്റെ കൈ പിടിക്കണം, എന്റെ കുട്ടീനെ നമ്മളെ രണ്ടുപേരെ ഇടയിൽ ഇരുത്താം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിക്കണോ ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ 2ാമത്തെ പ്രസവത്തിന് അതൊക്കെ ചെയ്തിട്ട് പറഞ്ഞു. പക്ഷെ എന്നാലും ആദ്യത്തെ പ്രസവത്തിനുണ്ടല്ലോ മൂപ്പര് വന്നില്ലാന്ന് പറഞ്ഞിട്ട് അതിപ്പോഴും കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഈ 2 കുട്ടികൾക്കും 5ഉം 6ഉം വയസ്സൊക്കെ 6 വർഷമായിട്ട് ആദ്യത്തെ പ്രസവത്തിൽ മൂപ്പര് നോക്കിയില്ല എന്നുള്ള സങ്കടം ഇപ്പോഴും പറഞ്ഞ് കരയാണ്. അതിന്റെ പ്രശ്നം ആണിൻ്റെതാണോ പെണ്ണിൻ്റെതാണോ, രണ്ടുപേരതും അല്ല. മെന്റലി രണ്ടുപേരും പ്രിപ്പയർഡ് അല്ല. എന്തിന്? പ്രഗ്നന്റ് ആവാൻ പ്രിപ്പയർഡ് അല്ല. കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ ഇവര് കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോ എങ്ങനെ നോക്കാണ്ട് ആദ്യത്തെ കുട്ടി ഉണ്ടായി, 2ാമത്തത് 1 വർഷത്തിന്റെ ഇടയ്ക്ക് വീണ്ടും ഉണ്ടായി. ഇപ്പൊ ഓക്കെയാണ്, കുഴപ്പമില്ല. എന്നാലും പഴയ സങ്കടം മാറുന്നുണ്ടോ? ഇല്ല. അപ്പം ഒരു പെണ്ണ് മാനസികമായി, ശാരീരികമായും മാനസികമായും എങ്ങനെയൊക്കെ തയ്യാറെടുപ്പ് നടത്തിയാലാണ് ഗർഭധാരണത്തിന് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് അല്ലെ? സമയം നോക്കി കഴിയുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ മാതിരി 20 മുതൽ 30 വരെയാണ് ഏറ്റവും നല്ല സമയം ശരീരം നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ 20 വയസ്സിൽ ഒരു പെൺകുട്ടിക്ക്, ഒരു പുരുഷനെ കുറിച്ച് പറയണ മാതിരി തന്നെ മാനസികമായിട്ട് ഞാനൊരു അമ്മയാവുകയാണെന്നുള്ളതിന്റെ തയ്യാറെടുപ്പ് ഉണ്ടോ? ഇപ്പൊ എന്റെ കൂടെ എന്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ജൂനിയേഴ്സിൽ കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാത്തവരും ഒക്കെ 22, 23 പ്രായമുള്ളവരാണ്. ഇവരൊന്നും ഒരു അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലായിട്ടില്ല. 22, 23 വയസ്സായി. മനസ്സുകൊണ്ട് ഒരു കയ്യിൽ ഒരു കുട്ടീനെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാല് ഹായ് നല്ല കുട്ടി എന്ന് പറയും. അല്ലാണ്ട് ഈ കുട്ടീനെ ഞാന് ഇങ്ങനെ പരിചരിക്കണം, ഞാനൊരു കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ മുലയൂട്ടേണ്ടി വരും. മുലയൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? 24 hours ടാസ്ക് ആണ് അല്ലെ? കല്യാണം കഴിച്ച് കുട്ടി ജനിച്ച പാടെന്ന് പറഞ്ഞാല് 24 hours, 24 മണിക്കൂറും കുട്ടിക്ക് പാല് കൊടുക്കുക, വെക്കുക, മൂത്രം മാറ്റുക, അപ്പി മാറ്റുക, വീണ്ടും എടുക്കുക, പാല് കൊടുക്കുക. എപ്പോഴാ ഉറങ്ങല്? എപ്പോഴാ നമ്മള് ബാത്റൂമിൽ പോവല്? ഈ ഒരു ഐഡിയ ഇല്ല. ഗർഭിണി ആവണ പെണ്ണ് ഇതൊന്നും ചിന്തിക്കണില്ല. വളരെ രസമായിട്ട് കോളേജിൽ പോയിരുന്നു, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോയിരുന്നു, ഫോൺ എടുത്ത് കളിച്ചിരുന്നു, ഇൻസ്റ്റ നോക്കിയിരുന്നു. ഇതിന്റെ ഇടയിൽ പ്രഗ്നന്റ് ആയപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോഴും എന്താണ് ഈ പറഞ്ഞ രസമായിട്ട് ഇരിക്കലും ഉറങ്ങലും പിടിക്കലും ഒക്കെ കഴിഞ്ഞ് കുട്ടി ഇങ്ങോട്ട് വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ഫുൾ ബിസി അല്ലേ? ഫോൺ എടുക്കാൻ നേരമില്ല, വർത്താനം പറയാൻ നേരമില്ല. ഹസ്ബൻഡിനെ ആണെങ്കിൽ 7 അയലത്ത് കടുപ്പിക്കില്ല. ഇന്ന് നമ്മുടെ നാട്ടില് ഭർത്താവിനെ കൂടെ നിർത്തൂലല്ലോ. ഉമ്മമാരും വയറ്റാട്ടിമാരും അമ്മായിമ്മമാരും നാത്തുമാരും ഒക്കെയാണ് ഉണ്ടാവുക, സിസ്റ്റേഴ്സും ആണ് ഉണ്ടാവുക. ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ഒരാളെ കാണാനും ഇല്ല. എന്നിട്ട് എങ്ങനെ പിന്നാലെ വരും. ആരാ വരിക? പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം വരും. എന്താണ്? ഗർഭസ്ഥ അവസ്ഥയിലല്ല, പ്രസവാനന്തര വിഷാദ രോഗം വരും. പ്രസവാനന്തര വിഷാദ രോഗം വരുമ്പോ കുട്ടീനെ ഇഷ്ടമല്ല,
അമ്മായിമാനെ ഇഷ്ടമല്ല, ഉമ്മാനെ ഇഷ്ടമല്ല, എല്ലാരായിട്ടും തല്ലുംപിടി, ഹസ്ബൻഡിനെ നേർക്ക് നേരെ കണ്ടുകൂടാ, ദേഷ്യം. ഇത് വരുന്നത് എന്തുകൊണ്ടാ? ശരിയായ രീതിയിലുള്ള തയ്യാറെടുപ്പ് ഇല്ലാണ്ട് ഗർഭം ധരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അമ്മയാവാൻ പോവാണ്, ഞാൻ അമ്മയായി കഴിഞ്ഞാല് ഞാൻ ആകെ സ്റ്റക്കാവും, എന്റെ എല്ലാ പണിയും നിൽക്കും, എന്റെ ഒരു എൻജോയ്മെന്റും പോവില്ല. ഇത് അറിഞ്ഞോണ്ട് തയ്യാറെടുപ്പ് എടുത്തുകൊണ്ട് ഗർഭിണി ആയി കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവോ? നമ്മൾ ഓക്കെ ആവും അല്ലേ? ഇനി ഒരു 6 മാസത്തേക്ക് എനിക്ക് കുട്ടീന്റെ കാര്യങ്ങൾ എന്നുള്ളതായിരിക്കും ഇതിന്റെ ലോകം എന്ന് മനസ്സുകൊണ്ട് തയ്യാറെടുപ്പ് എടുത്തിട്ട് ഗർഭിണി ആയി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഓക്കെ ആവും. അതേ മാനസിക തയ്യാറെടുപ്പ് കൂടെയുള്ള പുരുഷനും എടുക്കാലോ. കൂടെയുള്ള പുരുഷൻ എന്താണ് എടുക്കുക? എന്റെ ഭാര്യ ഇനി കുറച്ച് നാളത്തേക്ക് കുട്ടീന്റെ കാര്യത്തിൽ ബിസി ആയിരിക്കും, ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യണം, ഞാൻ അവളെ കൂടെ ഉണ്ടാവണം, ഞാൻ അവളെ മെന്റലി സപ്പോർട്ട് ചെയ്യണം, ഞാൻ അവളെ ശാരീരികമായി സപ്പോർട്ട് ചെയ്യണം. അവൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല, അവൾക്ക് പുറത്തു പോവാൻ പൂതി ഉണ്ടാവും, പുറത്തത് കഴിക്കാൻ പൂതി ഉണ്ടാവും, ഞാൻ കൂടെ ഇരുന്ന് വർത്താനം പറയണം, ഞാൻ രാത്രിയിൽ ഞാൻ കുട്ടീനെ നോക്കി കൊടുക്കണം അല്ലെ? പുരുഷനത് ആലോചിച്ചൂടെ? കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് 8 മാസമാണ് പുരുഷന് മെറ്റേണിറ്റി ലീവ്. മെറ്റേണിറ്റി ലീവ് ഉണ്ട് ഭർത്താവിന് 8 മാസം. കാര്യം ഒരു കൊല്ലാണ് സ്ത്രീക്ക്, 8 മാസം പുരുഷന്. ഈ 8 മാസം വരെ ഭാര്യയും ഭർത്താവും കൂടി മാത്രമാണ് ഒരു കുട്ടി ഉണ്ടായാൽ നോക്കുന്നതും പരിചരിക്കണതും. അപ്പൊ 8 മാസം വരെ ഭർത്താവ് ഭാര്യന്റെ കൂടെ ഇരുന്നിട്ടാണ് ഈ നവജാത ശിശുവിനെ 8 മാസം പ്രായം വരെ, അത്യാവശ്യം ഇരിക്കാനും മുട്ടുത്താനും വരുന്ന പ്രായം വരെ നോക്കുന്നത്. എന്നിട്ടേ ഭാര്യനെ ഇട്ടുങ്ങാണ്ട് ജോലിക്ക് ഭർത്താവ് പോവുള്ളൂ. ഇത് പെയ്ഡ് മെറ്റേണിറ്റി ലീവ് പോലെയാണ് കാനഡ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിൽ അത്രയ്ക്കൊന്നും ചെയ്യണ്ട, 10-40 ദിവസം ഭർത്താവിനെ അകറ്റി നിർത്തുക എന്ന് പറഞ്ഞ സംഗതി ഒന്ന് മാറ്റി പിടിച്ചാൽ മതി അല്ലെ? ഇടയ്ക്ക് ഭർത്താവുമായിട്ട് ഇരുന്ന് സംസാരിക്കാൻ, ഇടയ്ക്ക് ഭർത്താവ് കുട്ടീനെ കൂടെ ഇരുത്താൻ, ഇങ്ങനത്തെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വളരെ നിർബന്ധമാണ് ഒരു ഗർഭധാരണത്തിന്, വേണ്ടേ? അപ്പൊ സമയം എപ്പോഴാണ് ആവുക എന്ന് പറഞ്ഞാല് എല്ലാതും കൂടി സെറ്റ് ആയിങ്ങാണ്ട് ഞാൻ പ്രഗ്നന്റ് ആവുമെന്ന് പറഞ്ഞിരുന്നാൽ നടക്കൂല. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇനി ഞാനും എൻ്റെ ഭർത്താവും ഒരു അമ്മയും ഒരു അച്ഛനും കൂടി ആവാനുള്ള സാഹചര്യം വരാൻ ഉള്ള തയ്യാറെടുപ്പ് മനസ്സിൽ വേണം അല്ലെ? ഞാൻ ഉമ്മയാവും അല്ലെങ്കിൽ ഞാൻ ഉപ്പയാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞാൽ എന്താണ് കൂടുതൽ എല്ലാവരും പ്ലാൻ ചെയ്യണത്? കൂടുതലും സാമ്പത്തികമായിട്ട് എങ്ങനെ ഉന്നമനം ഉണ്ടാവണം, എവിടെയൊക്കെ ട്രിപ്പ് പോകണം, ഇരുന്നിട്ട് ദമ്പതികൾ തമ്മിലുള്ള ചർച്ചകളിൽ കുട്ടികളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യണ സംഗതിയാണ് കുട്ടിക്ക് എന്ത് പേരിടണം, ഏത് ആശുപത്രിയിൽ കാണിക്കണം. ഇതൊക്കെയാണോ തയ്യാറെടുപ്പിൽ വരേണ്ടത്? ഈ ഓക്കെ ആണോ കല്യാണം കഴിക്കാൻ? ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഓക്കെ ആയിരുന്നോ കല്യാണം കഴിക്കാൻ എന്നുള്ള ക്വസ്റ്റ്യൻ ദമ്പതികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നോക്കി കഴിഞ്ഞാൽ തന്നെ അറിയാം എത്ര ഓക്കെ ആയിട്ടാണ് കല്യാണം കഴിക്കണം എന്നുള്ളത് അല്ലെ? കല്യാണം കഴിക്കുന്നത് വരെ ഒരു പുഷിൽ കല്യാണം കഴിച്ചു പോണതാണ്. അപ്പൊ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് എന്ന് പറയുമ്പോൾ ശരിയായ രീതിയിലുള്ള ചർച്ചകളാണ്. ചർച്ച ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് സാമ്പത്തികമായിട്ട് ഈ കുട്ടീനെ ഈ ഗർഭകാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ പരിചരിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടോ? പെൺകുട്ടിക്ക് ചോദിക്കാൻ പറ്റും. അതേപോലെ പുരുഷന് സ്ത്രീനോട് ചോദിക്കാൻ പറ്റും, ഒരു ഗർഭിണി ആയി കഴിഞ്ഞാലുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ആരോഗ്യം അനക്കുണ്ടോ? ഒരു കുട്ടി ഉണ്ടാവാൻ പോയി കഴിഞ്ഞാൽ അനക്ക് ശരീരത്തിൽ അതിനെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? നീ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണോ? ഭക്ഷണം കഴിച്ച് വ്യായാമം ചെയ്യാൻ പറ്റുന്ന ആളാണോ? നീ നല്ല രീതിയിൽ സൂര്യപ്രകാശം കൊണ്ട് നല്ല രീതിയിൽ വിറ്റാമിൻ ഡി ഇൻടേക്ക് നടത്താൻ പറ്റുന്ന ആളാണോ? മാനസികമായിട്ട് നല്ല രീതിയിലുള്ള സ്ട്രെസ് വരും ഗർഭിണി ആയി കഴിഞ്ഞാൽ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല. ആ സമയത്ത് മുഷിപ്പും നിനക്ക് ദേഷ്യവും ഒക്കെ വരുമോ? അപ്പൊ നീ എങ്ങനെ അതിനെ തരണം ചെയ്യും? പ്രീ കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചർച്ച. നമ്മള് കല്യാണം കഴിച്ചു, നമ്മളെ കയ്യിൽ ഇനി കുട്ടി വരാൻ പോവുകയാണ്. നമ്മളെ രണ്ടുപേരുടെ ഇടയിൽ ഒരു കുട്ടിയും കൂടി ആയി കഴിഞ്ഞാൽ നമ്മൾക്കിടയിലുള്ള സമയം കുറയും. നമുക്ക് ഇരുന്ന് മിണ്ടി പറയാൻ പറ്റൂല. ഞാൻ പുറത്തേക്ക് ഡെയിലി പോവും, നീ പുറത്തു പോവൂല, നീ വീട്ടിൽ മാത്രം ഇരിക്കും. അത് നിനക്കൊരു മുഷിപ്പാവോ, വിഷമാവോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടാവൂല, അത് നിനക്കൊരു ബുദ്ധിമുട്ടാവോ? നീ ചിലപ്പോ ഉറക്കമൊഴിച്ച് രാത്രി മുഴുവനും ഇരുന്നിട്ട് കുട്ടീനെ നോക്കായിരിക്കും, ഞാൻ നല്ല സുഖമായിട്ട് സിനിമ കണ്ടുറങ്ങാവും, അത് നിനക്ക് പ്രശ്നമാവോ? നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കിക്കൂടെ എന്ന് ആലോചിച്ച് ചർച്ച ചെയ്യലാണ് ഏറ്റവും ആദ്യം വേണ്ട തയ്യാറെടുപ്പ്. അത് ദമ്പതികളുടെ ഇടയിലാണോ തയ്യാറെടുപ്പ് വേണ്ടത് അല്ലെ? പിന്നീട് വേണ്ടതാണ് നിങ്ങളുടെ
പ്രീ കൺസെപ്ഷൻ ഹെൽത്ത് നിങ്ങൾ ഒന്ന് അളന്നു നോക്കുക എന്നുള്ളത്. എന്താണ്, ഗർഭധാരണത്തിന്റെ മുൻപുള്ള ഒരു സ്ത്രീയുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു ഗർഭിണിയാവാൻ വേണ്ട രീതിയിലുള്ള ബോഡി വൈറ്റൽസ് ഒക്കെ ഓക്കെ ആണോ, ഹീമോഗ്ലോബിൻ ഇൻടാക്ട് ആണോ, ഫോളിക് ഈ പറഞ്ഞ വിറ്റാമിൻ ഡി ഓക്കെ ആണോ, എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടത്തിലാണോ, ഒരാളെയും കൂടി ശരീരത്തിന്റെ ഉള്ളിൽ കൂടെ കൊണ്ട് നടന്നാൽ എന്താണ്, ഗർഭിണി ആയി കഴിഞ്ഞാൽ ഛർദി ക്ഷീണം അല്ലേ? അപ്പൊ ഛർദിച്ച് ക്ഷീണിച്ച് ഭക്ഷണം കഴിക്കാണ്ട് ഗർഭകാലം ഫസ്റ്റത്തെ 3 മാസം കടന്നു പോകണമെന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് എന്തെങ്കിലും ഒരു ആരോഗ്യം വേണ്ടേ? ആ രീതിയിലേക്ക് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഭാര്യന്റെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ അവൾക്ക് നല്ല പ്രോട്ടീൻസ് ഉള്ള ഡയറ്റ് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? വെള്ളം ചാടുന്നതാണോ? ഓക്കെ, ഫാൻ അടിക്കണോ? അപ്പൊ ശാരീരികമായിട്ട് എന്റെ ശരീരത്തിൽ ഒരാളും കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ കൂടി സന്നിവേശിപ്പിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കണ്ടേ, വേണ്ടേ? ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഇന്നത്തെ കാലത്ത് ഭക്ഷണമായിട്ട് എല്ലാവരും കഴിക്കണത് എന്താണ്, ചോറ് കുറെ കഴിച്ചു എന്ന് വരും അല്ലെ, അല്ലെങ്കിൽ അരിഭക്ഷണം കഴിച്ചു എന്ന് വരും. അരിഭക്ഷണം ഏത് രീതിയിലാണെങ്കിലും അപ്പമായിട്ടും പുട്ടായിട്ടും ഒക്കെ അരിഭക്ഷണം കഴിച്ചു എന്ന് വരും. പ്രോട്ടീനുകൾ കഴിച്ചാലല്ലേ നമുക്ക് എന്താ പറ്റുക, ശരീരത്തിന്റെ വളർച്ചേനെ അത് സഹായിക്കുള്ളൂ. പ്രോട്ടീൻ ആയിട്ട് വരുന്നത് ഈ പറഞ്ഞ ചിക്കൻ മാത്രമല്ല അല്ലെ, നമ്മുടെ പരിപ്പ്, പയർ വർഗ്ഗങ്ങള്, ഇങ്ങനത്തെ സംഭവങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ആശാ വർക്കർ ആണെങ്കിലും ഒക്കെ പറഞ്ഞു തരും. ഗർഭിണി ആയതിന്റെ ശേഷം ആണ് അത് ഫോളോ ചെയ്യേണ്ടത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കല്യാണം കഴിഞ്ഞ് ഗർഭസ്ഥാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഏതൊരു പെണ്ണും ഏതൊരു പുരുഷനും രണ്ടുപേരും പുരുഷ ബീജത്തിനും നല്ല രീതിയിലുള്ള മൊബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നല്ല പ്രോട്ടീൻ ഡയറ്റ് കഴിക്കണം, വേണ്ടേ? സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് ജീവിക്കണം. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ലൈഫ് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരക്ക് പിടിച്ച ജീവിതം ഇങ്ങനെ ജീവിച്ചു കഴിയുമ്പോഴാണ് ഈ ഐ ടി പ്രൊഫഷണൽസിന്റെ ഇടയിലൊക്കെ ഈ പറഞ്ഞ പോലെ സ്പേം കൗണ്ട് കുറയണത്. സ്ട്രെസ് ഉള്ള ലൈഫ് കൂടുതലായോണ്ടാണ്. അപ്പം ജീവിതത്തില് കുറച്ചൊക്കെ സമാധാനവും സന്തോഷവും ഒക്കെ കൊണ്ട് നടക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി വേണം. അത് മനസ്സിനുള്ള തയ്യാറെടുപ്പ്. ശരീരത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാല് ഞാൻ തന്ന ഷീറ്റിലുണ്ടാവും. പങ്കാളിയും ഒത്ത് വ്യായാമം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നടക്കണ കാര്യമാണോന്ന് എനിക്കറിയില്ല കേട്ടോ. രാവിലെ എണീച്ചിട്ട് ഭാര്യയും ഭർത്താവും കൂടി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം. അപ്പൊ അങ്ങനെ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാവില്ല എപ്പോഴാണ്, ഗർഭസ്ഥ അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം കുറയും. ഗർഭസ്ഥ അവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്കെ കയ്യിൽ നിന്ന് പൈസ പോണ പ്രശ്നങ്ങളാണ് അല്ലെ. ഒന്നാകെ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റണം, കയ്യിൽ നിന്ന് പൈസ പോകില്ലേ, വണ്ടിക്കൂലി പോകും, ഗ്ലൂക്കോസിന്റെ പൈസ പോകും, വേണ്ടേ? നല്ല രീതിയിൽ ഫുഡ് നേരത്തെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരുപാട് ജനിതക വൈകല്യങ്ങളും ശരീരത്തിൽ വരാൻ സാധ്യതയില്ല. കാർഡിയാക് ആയിട്ടുള്ള ഇഷ്യൂസും ഡയബറ്റിക് ആയിട്ട് അമ്മയ്ക്ക് വരാനുള്ള ഇഷ്യൂസും കുട്ടിക്ക് വരാനുള്ള ഇഷ്യൂസും എല്ലാതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിരോധിച്ച് നിർത്താൻ പറ്റും. നമ്മൾ മുൻപേ ആലോചിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും കുട്ടിക്ക് ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ കുട്ടിക്ക് കാൽസ്യത്തിന്റെ ഡെഫിസിറ്റ് വന്നിട്ട് കയ്യിനും കാലിനും വേദന, ഈ പറഞ്ഞ പോലെ എല്ല് പെട്ടെന്ന് പൊട്ടുന്ന അസുഖം, ഇതൊന്നും ഉണ്ടാവില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് വേണ്ട മറ്റൊരു സംഭവമാണ് കുട്ടി സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരുന്ന സമയത്ത് അല്ലെ. കുട്ടി സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, കുട്ടിക്ക് നല്ല രീതിയിലുള്ള ഇന്റലിജൻസ് വേണം അല്ലെ. അതിനാണ് ഈ ഫോളിക് ആസിഡ് ഇങ്ങനെ നന്നായി കഴിക്കാൻ പറയണത് അല്ലെ. കുട്ടികള് നല്ല രീതിയിൽ ഇന്റലിജന്റ് ആയിട്ട് വളരണം എന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. അതിനാണ് ഈ പറഞ്ഞ വെയിൽ നന്നായി കൊള്ളാൻ പറയണത്. ഇന്നത്തെ കാലത്ത് ബുദ്ധിക്കാണ് കൂടുതൽ പ്രാധാന്യം അല്ലെ. 80 മുതൽ 90% മാർക്ക് വരെയുള്ള കുട്ടികളാണ് ഇന്ന് കൂടുതൽ. കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 99ന്റെ തന്നെ ദശാംശങ്ങൾ ഇങ്ങനെ മാറി മാറി നിൽക്കും കോളേജ് അഡ്മിഷൻ ഇല്ലേ. 99.1 മുതൽ 99.9, 99.9 തന്നെ പിന്നെയും ദശാംശങ്ങൾ വരും. 99.91 കുട്ടിയും 99.99 വരെയുള്ള കുട്ടിയും തമ്മിലുള്ള റാങ്ക് ലിസ്റ്റ് വരെ വരും. അങ്ങനെ ബുദ്ധിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലം വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ തയ്യാറെടുപ്പ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കണ തയ്യാറെടുപ്പാണ്. നേരം വെളുത്ത് രാവിലെ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് നടന്ന് രാത്രിയാവുമ്പോൾ എല്ലാം കൂടി കുറെ കഴിക്കണ ശീലം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് അത് ആരോഗ്യത്തിന് കേടാണ്. സമയാസമയം 4 നേരം ഭക്ഷണം, നല്ല ഡയറ്റ് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത് ജീവിതശൈലിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ
ദമ്പതികൾക്ക് നല്ല രീതിയിലുള്ള ഗർഭം ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. വേണ്ടേ? ഞാൻ നല്ല രീതിയിൽ ഗർഭിണിയാവാൻ വേണ്ടി ഞാൻ മുൻപേ ഭക്ഷണം കഴിക്കുകയാണെന്ന് വലിയ പരിപാടിയായിട്ട് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടി കളിയാക്കും. നമ്മളിങ്ങനെ മെല്ലെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഓരോന്നും ഇങ്ങനെ കടല ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ ഒരു ശീലം കൊണ്ടുവരിക, കശുവണ്ടി കൊണ്ടുവന്ന് വെച്ച് 2 കഴിക്കണ ശീലം കൊണ്ടുവരിക, ഈത്തപ്പഴം പോലത്തെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് കഴിക്കണ ശീലം കൊണ്ടുവരിക, നമ്മൾ പൊരിച്ച കടികൾ കഴിക്കണത് കുറച്ച് കൊണ്ടുവരിക, ചായ കാപ്പി ഇതിലൊക്കെ മധുരം ഇടുന്നത് കുറച്ച് കൊണ്ടുവരിക, എപ്പോഴെങ്കിലൊക്കെ ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ കഴിക്കണ ബിരിയാണിയിലും മന്തിയിലും ഒക്കെ നമ്മുടെ ഫാറ്റി ഫുഡ് കുറയ്ക്കുക. നമ്മൾ വീട്ടിലിരിക്കുമ്പം ബിരിയാണിയും മന്തിയും ഉണ്ടാക്കി കഴിക്കണ പരിപാടി, വാങ്ങിച്ച് കഴിക്കണ പരിപാടി താരതമ്യേന സമയം കുറയ്ക്കുക. ഈവനിങ്ങിൽ ചായന്റെ കൂടെ ബേക്കറി സാധനങ്ങൾ കഴിക്കണത് കുറയ്ക്കുക. ഡെയിലി ഒരേ രീതിയിൽ നമ്മുടെ ന്യൂട്രീഷൻ ഹാബിറ്റ്സ് മോശമായി പോവാണ്ടിരിക്കാൻ ശ്രമിക്കുക. ഡെയിലി ഒരേപോലെ ചെയ്താൽ മാത്രമേ ന്യൂട്രീഷൻ ഹാബിറ്റ്സ് നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. അതായത് എന്നും പണിക്ക് പോയി തിരിച്ചു വരുമ്പോൾ പുറത്തുനിന്ന് പൊരിച്ചത് വാങ്ങിച്ചു കൊണ്ടുവരിക, പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ ഇതും വാങ്ങിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ ശീലം ഉണ്ടായാലേ അത് പ്രശ്നമുള്ളൂ. ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുവരുന്നു, ബാക്കി എല്ലാ ദിവസവും വീട്ടില് മീനോ ഇറച്ചിയോ കുക്ക് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അത് എന്നും ചെയ്യുമ്പോഴേ പ്രശ്നമാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ചായയിൽ മധുരം കുറയ്ക്കാനും കാപ്പിയിൽ മധുരം കുറയ്ക്കാനും പറയുന്നത്. കാരണം നമ്മൾ എന്നും 2 നേരം ചായ കുടിക്കുമ്പോൾ ഓരോ 2 ടീസ്പൂണോ 1 ടീസ്പൂണോ വീതം മധുരം കയറുകയാണ്. അപ്പം അത് നമുക്ക് ചീത്തയാവുകയാണ്. അപ്പൊ ഇങ്ങനെ ന്യൂട്രീഷൻ ഹാബിറ്റ്സ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് അതിൽ ഗുണം? നമുക്കാണ് ഗുണം. നമ്മുടെ പോക്കറ്റാണ് അവിടെ നിൽക്കുക, അല്ലെ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് പിന്നീട് പൈസ ഇറങ്ങൂല, ഗർഭസ്ഥ അവസ്ഥയിലും ഇറങ്ങൂല, കുട്ടീനെ പരിചരിക്കണ അവസ്ഥയിലും ഇറങ്ങൂല. കുട്ടീനെ പരിചരിക്കണ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നവജാത ശിശുവിന് ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമാണ് ജലദോഷം, അല്ലെ? ഈ ജലദോഷം വരുന്നത് എന്തുകൊണ്ടാണ്? ഷുഗർ കണ്ടന്റ് കൂടുന്നത് കൊണ്ടാണ്, പഞ്ചസാരന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. അപ്പൊ പഞ്ചസാരന്റെ അളവ് നമ്മളെല്ലാവരും മൊത്തത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗർഭിണിയുടെ പഞ്ചസാരയുടെ അളവും ഈ പറഞ്ഞ മുലപ്പാലിലെ പഞ്ചസാരയുടെ അളവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റി കഴിഞ്ഞാൽ എന്താണ്? ഈ കഫക്കെട്ടിന്റെ പ്രശ്നം കുറയാണ്. കഫക്കെട്ടിനാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വരുന്നത് കുട്ടികൾക്ക്. ആ കഫക്കെട്ട് എന്ന് പറഞ്ഞ സാധനേ ഇല്ലാണ്ട് കൊണ്ടെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എത്ര സമാധാനം ഉണ്ട്. അതിന് പഞ്ചസാരയുടെ അളവ് ഉപ്പയാവാൻ പോണവര് നേരത്തെ കുറച്ച് കഴിഞ്ഞാൽ എത്ര സുഖമുണ്ട്. അപ്പൊ കുട്ടിക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് കുറയ്ക്കും. അപ്പോൾ ഒരേ ഒരു പഞ്ചസാരനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ പോക്കറ്റ് എത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പൈസ. അപ്പൊ ഇങ്ങനെ ആരോഗ്യശീലങ്ങൾ നമ്മൾ നേരത്തെ വളർത്തിയെടുക്കുക. അതുപോലെ മാനസികാരോഗ്യ ശീലങ്ങൾ വളർത്തിയെടുക്കുക. മാനസികാരോഗ്യ ശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലത്ത് വേണ്ടത് ഉറക്കാണെന്ന് ഞാൻ പറയും. ഉറക്കത്തിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്ന സംഭവമാണ് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ, അല്ലേ? രാത്രി ആയി കഴിഞ്ഞാൽ നമ്മൾ മൊബൈലാണ് നമ്മളെ പങ്കാളിനെക്കാളും കൂടുതൽ സ്നേഹത്തിൽ കൂടെ കൊണ്ട് നടക്കുന്ന സംഭവം. അപ്പം അത് ഉറക്കശീലത്തിനെ വല്ലാണ്ട് ബാധിക്കും. മൊബൈൽ നമ്മൾ കിടക്കാൻ പോകുമ്പോഴും കയ്യിലെടുക്കും, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴും, ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ മൊബൈലൊന്ന് എടുത്തു നോക്കും, രാവിലെ എണീക്കുമ്പോഴും നമ്മൾ മൊബൈൽ എടുത്ത് നോക്കും. അപ്പൊ മൊബൈൽ എടുത്ത് നോക്കുന്നത് തെറ്റെന്നുള്ള രീതിയിലല്ല, മൊബൈലിലേക്ക് നമ്മുടെ കൂടുതൽ സമയം കൊടുത്തിട്ട് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാണ്ടിരിക്കുക. അത് ഗർഭിണികൾക്ക് പ്രത്യേകിച്ച് നിർബന്ധമാണ്. ഗർഭകാലത്ത് ഉറക്കത്തിന് മൊബൈൽ കയ്യിലെടുക്കരുതെന്ന് പറയില്ല, ഗർഭകാലത്ത് ഉറക്കത്തിനെ ഡിസ്റ്റർബ് ആക്കുന്ന രീതിയിൽ മൊബൈലിനെ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പൊ തന്നെ ഏകദേശം കാര്യങ്ങൾ ഓക്കെ ആവും. ഭക്ഷണവും ഉറക്കവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വ്യായാമം ശ്രദ്ധിക്കും. ഭക്ഷണം ഉറക്കവും ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് വ്യായാമം ചെയ്യാനുള്ള എന്തുണ്ടാവും? ഒരു എനർജി ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കുറച്ചു നേരം നടക്കാനൊക്കെ തോന്നും. ഒരു ഉച്ച നേരമൊക്കെ കഴിഞ്ഞ് വെയില് ആറുന്നതിന്റെ മുന്നേ പോയിട്ട് വെയില് കൊള്ളാനൊക്കെ തോന്നും. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഇത് 3 കാര്യങ്ങളാണ്: ഭക്ഷണം, ഉറക്കം, വ്യായാമം. ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഇത് പ്രീ കൺസെപ്ഷനിൽ ചെയ്തു കഴിഞ്ഞാൽ, പ്രീ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടി ഉണ്ടാവുന്നതിന്റെ മുൻപ് തന്നെ ഈ തയ്യാറെടുപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ ഗർഭകാലത്ത് ചിലപ്പോൾ ഡോക്ടറെ വിസിറ്റ് 10 മാസത്തിൽ എല്ലാ മാസവും ചെയ്യാണ്ട് തന്നെ നമുക്ക് കഴിച്ചിലാവാൻ പറ്റും, അല്ലെ? പ്രസവം നോർമലായിട്ട് പ്രസവിക്കാൻ പറ്റും. വേറൊരു വലിയ ക്രൈസിസ് ആണ് എന്ത്? പ്രീമച്വർ ബർത്ത്സ് ഇന്നത്തെ കാലത്ത്, അല്ലെ? ഇന്നത്തെ കാലത്ത് ഇപ്പോഴും എത്രയും സാങ്കേതികതയും ശാസ്ത്രീയ സൗകര്യങ്ങളും വികസിച്ചെങ്കിലും 1 ൽ 8 കുട്ടി ഇപ്പോഴും പ്രീമച്വർ ആയിട്ട് പ്രസവിക്കുകയാണെന്നുള്ള ഒരു ക്രൈസിസ് ഇപ്പോഴും ഉണ്ട്. അതിന്റെ റീസൺ ആരോഗ്യം കുറഞ്ഞതുകൊണ്ടാണ്. ആരോഗ്യം കുറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രസവിപ്പിക്കേണ്ട അവസ്ഥ, സിസേറിയൻ ബർത്ത് ഡെലിവറി ആക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ പ്രീമച്വർ ബർത്ത് കുറയ്ക്കാനുള്ള ആരോഗ്യസ്ഥിതി പെണ്ണിന്റെ ശരീരത്തിന് വരുത്തുക എന്നുള്ളതാണ് ആവശ്യം, അല്ലെ? പണ്ടുള്ളവർ എന്താ പറയാ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഒരു മിക്സിയിൽ അരയ്ക്കാനും കൂടി
ഗർഭിണി ആയാൽ പറ്റൂല. ഞങ്ങളൊക്കെ അമ്മിമേൽ ഇങ്ങനെ അരച്ചിരുന്നു. വെള്ളം കോരിയ ബക്കറ്റ് കൊണ്ടുവന്ന് വീട്ടിന്റെ ഉള്ളിൽ ഓരോരോ ബാത്റൂമിലും കൊണ്ടുപോയി വെച്ചിരുന്നു. എന്നിട്ട് പോലും ഞങ്ങള് മാസം തികഞ്ഞിട്ട് ചിലപ്പോ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും കട്ടുമ്പോ പോയി കിടന്ന് പ്രസവിച്ച് വളരെ എളുപ്പമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതിനൊന്നും കഴിവില്ല. എന്താണ് ആ പറയാനുള്ള റീസൺ? ജീവിതശൈലി മാറിപ്പോയി അല്ലേ? ജീവിതശൈലി മാറിയത് നമ്മളെ തെറ്റാണോ? അല്ല. അവിടെയാണ് നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെ പോപ്പുലേഷൻ ഡേന്റെ മെസ്സേജ് കാണേണ്ടത്. കുടുംബമായി നിലനിൽക്കാനുള്ള യുവജനങ്ങളുടെ മോട്ടിവേഷന് വേണ്ടിയിട്ട് സമൂഹത്തിനെ മാറ്റണം എന്നാ പറയുന്നത്. ഇന്നത്തെ സമൂഹത്തില് കുടുംബജീവിതം ജീവിക്കുക എന്ന് പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൾട്ട്. ദിവസവും രാവിലെ പണിക്ക് പോകണം, തിരിച്ച് വീട്ടിലേക്ക് വരണം, കിടന്നുറങ്ങണം, ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. കുടുംബമായി ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ ജീവിത ശൈലി മൊത്തത്തിൽ മാറിപ്പോയി അല്ലെ? കുടുംബത്തിലും വീട്ടിലും ആളുകളില്ല, സഹായിക്കാൻ ആളുകളില്ല, കൃഷിയിടങ്ങളില്ല, വീട്ടിലെ ജോലികൾ താരതമ്യേന കുറഞ്ഞു. സാങ്കേതികത വളർന്നതുകൊണ്ട് എല്ലാ ജോലികളും ഇരുന്ന ഇരിപ്പിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായി. ഇന്ന് നമ്മൾ ശരീരം ഇളക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിനെ നമ്മൾ വേറെ ജിമ്മിൽ പോയിട്ടൊന്ന് ഇളക്കേണ്ടി വരും, അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങേണ്ടി. നമ്മുടെ ജോലിന്റെ ഭാഗമായിട്ട് നമ്മൾ മനുഷ്യരെ കാണൽ വരെ കുറഞ്ഞു അല്ലേ? നമ്മുടെ ജോലിന്റെ ഭാഗമായിട്ട് മനുഷ്യരെ കണ്ടിരുന്ന് വർത്താനം പറയൽ വരെ കുറഞ്ഞു. ഞങ്ങളുടെ കൗൺസിലിംഗ് സേവനത്തിന് ഏറ്റവും വലിയ കിട്ടൽ അതാണ് ശരിക്കും പറഞ്ഞാൽ. ജോലിക്ക് ദിവസവും പോകുന്നുണ്ട്, വീട്ടിൽ ദിവസവും വരുന്നുണ്ട്, എന്നാലോ മിണ്ടി പറയണില്ല, ആരോടും മിണ്ടി പറയണില്ല. ഇനിയിപ്പൊ മിണ്ടി പറയുകയാണെങ്കിൽ തന്നെ മനസ്സ് തുറന്ന് സംസാരിക്കണില്ല. ഭാര്യയും ഭർത്താവും വരെ വീട്ടിൽ നിൽക്കുന്നുണ്ട്, ഭാര്യയും ജോലിക്ക് കൊണ്ട് ഭർത്താവും ജോലിക്ക് കൊണ്ട് തിരിച്ചു വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങി എണീക്കുന്നുണ്ട്, പക്ഷെ വർത്താനം പറയണില്ല. ഇതെല്ലാം ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പൊ ജീവിതശൈലി മാറിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ് വെച്ചിട്ട് ഗർഭധാരണത്തിന് തയ്യാറെടുപ്പ് കറക്റ്റ് ആയിരിക്കണം, സമയം കൃത്യമായിരിക്കണം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയേണ്ടി വരുന്നത് അല്ലെ? ജീവിതശൈലിയിൽ നമുക്ക് ആരോടും പിടിച്ചിരുത്തിയിട്ട് പഠിക്കാൻ പോകണം, പണിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം, മൊബൈൽ ഇങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ വളരെ ഓക്കെയാണ്. കുടുംബജീവിതം ജീവിക്കേണ്ട സംഭവം വരുമ്പം, സ്വന്തം ശരീരം ശ്രദ്ധിക്കേണ്ട സാഹചര്യം വരുമ്പോൾ, സ്വന്തം മനസ്സ് പരിചരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ തോറ്റു പോണ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജീവിതശൈലി മാറിപ്പോയി അല്ലെ? അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈൻഡ് ചെയ്ത് ആലോചിക്കണം, ഞാൻ എങ്ങനെ ആയിരിക്കണം ആരോഗ്യത്തിൽ ജീവിക്കേണ്ടത്? എന്റെ കയ്യിൽ നിന്ന് പോയിക്കണ്, ഞാനൊന്ന് എന്നെ തന്നെ തിരിച്ചു പിടിക്കണം. നമ്മൾ ഇതിൽ ഇടപെടുത്താത്തൊരു സാധനം എന്താ വെച്ചാൽ ലഹരി ഉപയോഗത്തിനെ കുറിച്ചാണ്. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ, മദ്യം കഴിക്കണത്, പുകവലി, ഇത് മദ്യം, ലഹരി, പുകവലി, ഇത് മൂന്നും ഗർഭസ്ഥ അവസ്ഥയിൽ ശരിയല്ല. സ്ത്രീകളിൽ ഈ മൂന്ന് സംഭവങ്ങളും താരതമ്യേന കുറവായിരിക്കും, പുരുഷന്മാരിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക. നമ്മുടെ ഏരിയയിലൊക്കെ പുരുഷന്മാരുടെ പുകവലി സ്ത്രീനെ ബാധിക്കും, പുരുഷന്റെ മദ്യപാനശീലം പുരുഷന്റെ ബീജത്തിനെ ബാധിക്കും. ലഹരി ഉണ്ടെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ട് എന്നുള്ളതിനേക്കാളും മാനസികമായിട്ട് അതൊരു ദാമ്പത്യ ജീവിതത്തിനെ ഒലച്ചു കളയും അല്ലെ? നമുക്കറിയാം ലഹരിന്റെ മാരക വിപത്ത് നമുക്കറിയാം. അപ്പൊ ഇത് മൂന്നും വേറെ തന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ്. ബാക്കി മൈൽഡായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഗർഭം ധരിക്കാൻ വേണ്ടി ആലോചിക്കുന്ന ഒരു ദമ്പതികളാണ് എന്നുണ്ടെങ്കിൽ ഗർഭസ്ഥ അവസ്ഥയിലേക്ക് എത്താൻ ശരീരം കൊണ്ട് ഞാൻ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടോ, ഭർത്താവ് തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ടോ, ദമ്പതികൾ എന്ന രീതിയിൽ ഞങ്ങള് ഒരു കുട്ടീനെ ഞങ്ങളിലേക്ക് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിട്ടുണ്ടോ, ഒരു കുടുംബം പോറ്റാനുള്ള നിലയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടോ, ഒരു അമ്മയായി കഴിഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഓക്കെ ആവോ, ഒരു വാപ്പയായി കഴിഞ്ഞാൽ, ഒരു പിതാവായി കഴിഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ഓക്കെ ആവോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാനും തയ്യാറെടുപ്പ് നടത്താനും നമ്മൾ ചിന്തിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിൽ നിന്ന് തന്നെ വരാൻ സാധ്യതയുള്ള കുറച്ച് സംശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇന്നത്തെ ബോധവൽക്കരണ ക്ലാസ് നിർത്താം.